നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിലും ശ്യാമയുടെ കാര്യം കേട്ടപ്പോ സന്തോഷം തോന്നുക. വസുന്ധരാമ ഉൾപ്പെടെ പലരും ശ്യാമയെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ. ശ്യാമയുടെ പാട്ട് അംഗീകരിക്കാത്തവർക്ക് ഇനി എന്താ പറയാനുള്ളത്? ആ അരുന്ധതിക്കും മോൾക്കും വലിയ തിരിച്ചടിയായത്. എല്ലാം എൻ്റെ കണ്ണിൻ്റെ കടാക്ഷ ചേച്ചി. പിന്നെ എൻ്റെ അഖിൽ സാറിൻ്റെ പിന്തുണയും അതാ എനിക്ക് അടുത്ത റൗണ്ടിലേക്ക് വിജയിക്കാനായത്. അഖിൽ സാറിനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയതാ എൻ്റെ ഭാഗ്യം. എന്നാലും അന്നങ്ങനെ ജയേഷായിട്ട് ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അശ്വതേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ശ്രീകുട്ടിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു. അതറിയാ ശ്യാമേ, പക്ഷേ അന്ന് അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തായാലും ഇനിയിപ്പോ കഴിഞ്ഞത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ശ്രീകുട്ടി അമൃതയുടെ അടുത്ത് തന്നെ എത്തുകയും ചെയ്തു. അത് തന്നെ എനിക്കും ആകെയുള്ളൊരാശ്വാസം. പക്ഷേ ശ്യാമേ, എനിക്ക് എങ്ങനെയെങ്കിലും ശ്രീകുട്ടി ഒന്ന് കണ്ടാ മതിയായിരുന്നു. എന്റെ മോളും എന്നെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അതോർക്കുമ്പോഴാ എനിക്ക് സമാധാനം കിട്ടാത്തത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അവൾ അറിയിക്കണ്ടേ? മോൾക്ക് അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടൂ. അല്ലാതെ ഞാൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാ? അത് ശരിയാ ചേച്ചി. ഇനി ഞാൻ തന്നെ ഇക്കാര്യം മോളോട് പറഞ്ഞാലും ശരിയാവില്ല. അമ്മയെ നേരിട്ട് കണ്ടാലേ അവൾക്ക് ആശ്വാസമാവൂ. പക്ഷെ അതെങ്ങനെ? അരുൺ വിചാരിച്ച പോലും മോളെ ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലെത്തിക്കാൻ പറ്റുന്നില്ല. അവിടെ എല്ലാവരും അരുണിനെ സംശയിക്കും. അത് വല്ലാത്തൊരവസ്ഥയാ. പക്ഷെ മോളെ എത്ര നാളിങ്ങനെ വേദനിപ്പിക്കാനാവും? ഒന്ന് കാണാനാ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് മോളെ ഒന്ന് അറിയിക്കണം. അത് മതി എനിക്ക്. നോക്കട്ടെ ചേച്ചി, നമുക്കതിന് എന്തെങ്കിലും ഒരു വഴി ആലോചിക്കാം. പക്ഷേ അതെങ്ങനെ ശ്യാമ? എന്തായാലും നേരായ മാർഗത്തിലൊന്നും നടക്കില്ല. നമുക്കല്ലാതെ എന്തെങ്കിലും മാർഗം നോക്കാം. ഇന്ന് രാത്രി ആവട്ടെ, നമുക്കതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എങ്ങനെ ഞാൻ എന്റെ മോളെ കാണാ? ചേച്ചി ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട്. അരുണേനെ വിളിച്ച് ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എന്താ എങ്ങനെയാന്നൊക്കെ ഞാൻ അശ്വതീച്ച് വിളിച്ച് പറയാം. അപ്പോ ഇന്ന് തന്നെ എനിക്ക് മോളെ കാണാൻ പറ്റുമോ? അതെ, ഞാനല്ലേ പറയുന്നേ, അത് നടക്കും. നമ്മൾ രണ്ടുപേരും കൂടി ശ്രീകുട്ടിയെ കാണും, ഉറപ്പ്. ചേച്ചി എന്നാ ഞാൻ പോയിക്കോട്ടെ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചേച്ചിയെ വിളിച്ച് അറിയിച്ചോളാം. ചേച്ചി ധൈര്യമായിരിക്കാം. ശരി. എന്റെ ഈശ്വരാ, എന്റെ മോള് ഇന്നെങ്കിലും അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമല്ലോ. എന്റെ കുഞ്ഞിന് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമാവുമല്ലോ. ഭഗവാനെ, അതിനൊരു വഴി ഉണ്ടാക്കി തരണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.